ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ട്രാൻസ്ഡ്യൂസേഴ്സ് ആണ്. അപ്പൊ എന്താണ് ട്രാൻസ്ഡ്യൂസർ എന്ന് ആദ്യം പറയാം. ഒരു ഫോം ഓഫ് എനർജിനെ മറ്റൊരു ഫോം ഓഫ് എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. കോമൺലി ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ ആയിരിക്കും നമ്മൾ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ടാവുക. നമ്മൾ ട്രാൻസ്ഡ്യൂസേഴ്സ് എന്നുള്ള രീതിയിൽ പീസോ ഇലക്ട്രിക്, അതായത് മെക്കാനിക്കൽ പ്രഷറിനെ ഇലക്ട്രിക് സിഗ്നൽ ആക്കി മാറ്റുന്നത്, അതുപോലെ തെർമോ കപ്പിള്, ടെമ്പറേച്ചർ ഡിഫറൻസിന്റെ, അങ്ങനെ കുറച്ച് ട്രാൻസ്ഡ്യൂസേഴ്സിന്റെ നെയിം ആയിട്ട് നമ്മൾ ഫെമിലിയർ ആണെങ്കിലും ഇൻ ഡെപ്ത് നമ്മൾ ട്രാൻസ്ഡ്യൂസേഴ്സ് അങ്ങനെ പഠിച്ചിട്ടില്ല. അപ്പോൾ ദിസ് വിൽ ബി ന്യൂ പോർഷൻ ഫോർ യു ആസ് വെൽ. ഫസ്റ്റ് തന്നെ നമുക്ക് ട്രാൻസ്ഡ്യൂസേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. ബേസ്ഡ് ഓൺ എനർജി കൺവേർഷൻ നമുക്ക് ട്രാൻസ്ഡ്യൂസേഴ്സിനെ രണ്ടായി തിരിക്കാം. ഒന്ന് ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സും രണ്ട് പാസീവ് ട്രാൻസ്ഡ്യൂസേഴ്സും. ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സിന്റെ കേസിലെ പ്രത്യേകത എന്ന് പറയുന്നത് എക്സ്റ്റേണൽ പവറിന്റെ ഒന്നും ആവശ്യമില്ല. അതായത് തെർമോ കപ്പിള്, പീസോ ഇലക്ട്രിക് സെൻസർ പോലുള്ളതൊക്കെയാണ് അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. അതേസമയം പാസീവ് ട്രാൻസ്ഡ്യൂസർ ആണെങ്കിൽ നമുക്ക് എക്സ്റ്റേണൽ പവർ നമ്മൾ സപ്ലൈ കൊടുക്കണം. അങ്ങനത്തെ ഡിവൈസസ് ആണ് പാസീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് RTD, സ്ട്രെയിൻ ഗേജ്, LVDT പറയണതൊക്കെ. ഓക്കെ, ഇനി ബേസ്ഡ് ഓൺ ക്വാണ്ടിറ്റി മെഷേർഡും നമുക്ക് ട്രാൻസ്ഡ്യൂസറിനെ ക്ലാസിഫൈ ചെയ്യാം. അതായത് ഡിസ്പ്ലേസ്മെന്റ് മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ടെമ്പറേച്ചർ മെഷർമെന്റ്, പ്രഷർ മെഷർമെന്റ്, ഫ്ലോ ലെവൽ, അങ്ങനെ ഡിഫറെന്റ് ക്വാണ്ടിറ്റീസ് മെഷർ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ട്രാൻസ്ഡ്യൂസേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാം. പിന്നെ വരുന്നത് ബേസ്ഡ് ഓൺ ഔട്ട്പുട്ട് സിഗ്നൽ ആണ്. നമുക്ക് കിട്ടുന്ന സിഗ്നൽ കണ്ടിന്യൂസ് സിഗ്നൽ ആണെങ്കിൽ അത് അനലോഗ് ട്രാൻസ്ഡ്യൂസറും, ഡിസ്ക്രീറ്റ് പൾസസ് ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ അത് ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസർ ആണ്. രണ്ടിനും എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അനലോഗ് ആണെങ്കിൽ LVDT, തെർമിസ്റ്റർ ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. ഡിജിറ്റലിന് എക്സാമ്പിൾ ആണ് ഒപ്റ്റിക്കൽ എൻകോഡർ. ഒരു ക്ലാസിഫിക്കേഷൻ കൂടി ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ബേസ്ഡ് ഓൺ പ്രിൻസിപ്പിൾ യൂസ്ഡ് ആണ്. എന്ത് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രാൻസ്ഡ്യൂസേഴ്സിന്റെ വർക്കിംഗ് വരുന്നത് എന്നുള്ളതനുസരിച്ച് നമുക്ക് ട്രാൻസ്ഡ്യൂസറിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. റെസിസ്റ്റീവ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പൊട്ടൻഷ്യോമീറ്റർ, അതുപോലെ സ്ട്രെയിൻ ഗേജിന്റെ ഒക്കെ കേസിൽ റെസിസ്റ്റീവ് എഫക്റ്റ് ആണ് നമ്മൾ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആയിട്ട് യൂസ് ചെയ്യുന്നത്. കപ്പാസിറ്റീവിന് എക്സാമ്പിൾ ആണ് കപ്പാസിറ്റീവ് പ്രോക്സിമിറ്റി സെൻസർ എന്ന് പറയുന്നത്. ഇൻഡക്റ്റീവിന് എക്സാമ്പിൾ ആണ് LVDT. അത് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി പഠിക്കാനുണ്ട്. പിന്നെ വരുന്ന പീസോ ഇലക്ട്രിക്കും ഫോട്ടോ ഇലക്ട്രിക് ആണ്. ക്രിസ്റ്റൽ മൈക്രോഫോണും അതുപോലെ ലൈറ്റ് സെൻസർ ആണ് അതിന്റെ കേസിൽ വരുന്നത്. നമ്മുടെ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് LVDT ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനാണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ LVDTയുടെ ഫുൾ ഫോം നോക്കാം. ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമറിനെയാണ് നമ്മൾ LVDT എന്ന് പറയുന്നത്. It is an inductive transducer that measures linear displacement. Linear displacement മെഷർ ചെയ്യാനുള്ള ഒരു ഇൻഡക്റ്റീവ്, അതായത് ഏത് പ്രിൻസിപ്പിൾ ആണ്, ഇൻഡക്റ്റീവ് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോ LVDTയിൽ സംഭവിക്കുന്നത് എന്താണ്, മെക്കാനിക്കൽ മോഷനെ ഇലക്ട്രിക്കൽ സിഗ്നൽ ആക്കി കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. നമുക്ക് LVDTയുടെ കൺസ്ട്രക്ഷൻ നോക്കാം. നമുക്ക് ഒരു പ്രൈമറി വൈൻഡിങ് ഉണ്ടാവും, 2 ഹാഫ് ആക്കിയിട്ടുള്ള സെക്കൻഡറി വൈൻഡിങ്സ് 2 ഉണ്ടാവും. S1 S2 എന്ന് പറയുന്നത് സെക്കൻഡറി വൈൻഡിങ്സും P എന്ന് പറയുന്നത് പ്രൈമറി വൈൻഡിങ്സ് ആണ്. ഫിഗറിൽ കാണുന്ന പോലെ അതിനിടയ്ക്ക് ഒരു മൂവബിൾ ആയിട്ടുള്ള സോഫ്റ്റ് അയൺ കോർ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. ഇതാണ് കോർ എന്ന് പറയുന്നത്. ഓക്കെ, അത് മൂവബിൾ ആയിട്ടുള്ള കോർ ആയിരിക്കും. പ്രൈമറി കോയിലിലേക്കാണ് നമ്മൾ AC എക്സൈറ്റേഷൻ കൊടുക്കുന്നത്. AC എക്സൈറ്റേഷൻ കൊടുക്കേണ്ടി വരുന്നത് കൊണ്ട് തന്നെ ഇത് എന്തായിരിക്കും, പാസീവ് ട്രാൻസ്ഡ്യൂസർ ആയിരിക്കും. നമുക്ക് അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നോക്കാം. സെന്ററിലാണ് കോർ വരുന്നതെങ്കിൽ നമുക്ക് S1 വിൽ ബി ഈക്വൽ ടു S2 എന്നുള്ള രീതിയിലാണ് വരിക. വിച്ച് മീൻസ് ഔട്ട്പുട്ട് ഇസ് ഈക്വൽ ടു 0, നൾ പൊസിഷൻ. ഇനി ടുവേർഡ്സ് S1 ആണ് കോർ മൂവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ S1 ഗ്രേറ്റർ ദാൻ S2 ആണെന്നാണ് അർത്ഥം. അതായത് ഔട്ട്പുട്ട് ഇൻ ഫേസ് വിത്ത് ഇൻപുട്ട്. ഇനി കോർ ടുവേർഡ്സ് S2 ആണ് മൂവ് ചെയ്യുന്നതെങ്കിൽ S2 ആണ് ഗ്രേറ്റർ ദാൻ S1.
ഔട്ട്പുട്ട് ഔട്ട് ഓഫ് ഫേസ് ആയിരിക്കുന്നതാണ്. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇതിന്റെ കേസിൽ പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഓരോ പൊസിഷനിലേക്ക് നീങ്ങുന്ന തോറും നമ്മൾ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. LVDT റീഡിങ്ങിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. സെന്ററിലാണെങ്കിൽ രണ്ടിന്റെ ഭാഗത്തുള്ള വോൾട്ടേജസ് ഈക്വൽ വരും. അപ്പൊ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 വരും. S1 ആണ് കൂടുതലെങ്കിൽ ഔട്ട്പുട്ട് ഇൻ ഫേസ് വിത്ത് ഇൻപുട്ട് ആയിരിക്കും. S2 ആണ് കൂടുതലെങ്കിൽ, അതായത് റൈറ്റിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഔട്ട്പുട്ട് ഔട്ട് ഓഫ് ഫേസ് ആയിരിക്കും. ഈ ഔട്ട്പുട്ട് വോൾട്ടേജ് നമ്മൾ കാണുന്നത് is proportional to displacement ആണ്. ലീനിയർ ഡിസ്പ്ലേസ്മെന്റിന് പ്രൊപ്പോർഷണൽ ആണ് ഔട്ട്പുട്ട് വോൾട്ടേജ്. നമ്മള് മെയിൻ അഡ്വാൻറ്റേജസ് ഓഫ് LVDT നോക്കുകയാണെങ്കിൽ ഇറ്റ് ഹാസ് ഹൈ അക്യുറസി ആൻഡ് സെൻസിറ്റിവിറ്റി, ഇൻഫിനിറ്റ് റെസൊല്യൂഷൻ, ഫ്രിക്ഷൻലെസ് ആണ്, ഡ്യൂറബിൾ ആണ്, ലോങ് ഓപ്പറേഷണൽ ലൈഫ് ഉണ്ട്. അപ്ലിക്കേഷൻസ് വരുന്നത് പൊസിഷൻ, ലെവൽ, തിക്നെസിന്റെ ഒക്കെ മെഷർമെന്റ്സിനും അതുപോലെ ഓട്ടോമേഷനിലെ കൺട്രോൾ സിസ്റ്റത്തിലാണ് നമ്മൾ LVDT യൂസ് ചെയ്യുന്നത്. നമ്മുടെ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ള അടുത്ത ട്രാൻസ്ഡ്യൂസർ ആണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ട്രാൻസ്ഡ്യൂസർ. അപ്പോ നേരത്തെ കേസിൽ ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ആയിരുന്നെങ്കിൽ ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് റൊട്ടേഷണൽ അല്ലെങ്കിൽ ആംഗുലാർ പൊസിഷൻ ആയിരിക്കും മെഷർ ചെയ്യുന്നുണ്ടാവുക. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ട്രാൻസ്ഡ്യൂസറിൽ തന്നെ നമുക്ക് 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് റോട്ടറി വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമർ വിച്ച് ഈസ് സിമിലർ ടു LVDT ആണ്, പക്ഷെ ആംഗുലാർ റൊട്ടേഷൻ ആണ് മെഷർ ചെയ്യുന്നത്. ഔട്ട്പുട്ട് വോൾട്ടേജ് അപ്പൊ എന്തായിരിക്കും, റൊട്ടേഷൻ അനുസരിച്ച്, കോറിന്റെ റൊട്ടേഷൻ അനുസരിച്ച് ചേഞ്ച് ചെയ്യായിരിക്കും ചെയ്യുന്നുണ്ടാവുക, അല്ലെ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പൊട്ടൻഷ്യോമെട്രിക് ആംഗുലാർ ട്രാൻസ്ഡ്യൂസർ ആണ്. പൊട്ടൻഷ്യോമെട്രിക് ആംഗുലാർ ട്രാൻസ്ഡ്യൂസറിന്റെ കേസിൽ വി യൂസ് എ റൊട്ടേറ്റിംഗ് വൈപ്പർ ഓൺ റെസിസ്റ്റീവ് ട്രാക്ക്. ഒരു റെസിസ്റ്റീവ് ട്രാക്കിൽ റൊട്ടേറ്റിംഗ് വൈപ്പർ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. റൊട്ടേഷൻ അനുസരിച്ച് റെസിസ്റ്റൻസിൽ ചേഞ്ച് വരും, വിച്ച് വിൽ ബി പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ് ഔട്ട്പുട്ട്. അങ്ങനെയാണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ട്രാൻസ്ഡ്യൂസറിൽ നമുക്ക് മെഷർമെന്റ് കിട്ടുന്നത്. തേർഡ് ടൈപ്പ് എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ എൻകോഡേഴ്സ് ആണ്. ലൈറ്റോ ഫോട്ടോ ഡിറ്റക്ടേഴ്സോ യൂസ് ചെയ്ത് റൊട്ടേഷനെ ഡിജിറ്റൽ കോഡാക്കി മാറ്റുകയാണ് ഒപ്റ്റിക്കൽ എൻകോഡേഴ്സിൽ ചെയ്യുന്നത്. അതിൽ തന്നെ ഇൻക്രിമെന്റൽ എൻകോഡർ ഉണ്ട്, അബ്സല്യൂട്ട് എൻകോഡർ ഉണ്ട്. റിലേറ്റീവ് പൊസിഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അത് ഇൻക്രിമെന്റൽ എൻകോഡർ ആണ്. എക്സാക്ട് ആംഗുലാർ പൊസിഷൻ നമുക്ക് തരുന്നുണ്ടെങ്കിൽ അത് അബ്സല്യൂട്ട് എൻകോഡർ ആണ്. മൂന്നാമത്തെ ഒരു ട്രാൻസ്ഡ്യൂസർ നമ്മുടെ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് ഹോൾ എഫക്ട് ട്രാൻസ്ഡ്യൂസേഴ്സ് ആണ്. ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ട്രാൻസ്വേഴ്സ് വോൾട്ടേജ് അല്ലെങ്കിൽ അതിനെ പറയുന്നത് ഹോൾ വോൾട്ടേജ് എന്നാണ് അത് ജനറേറ്റ് ചെയ്യും. ഈ ഹോൾ വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഹോൾ എഫക്ട് ട്രാൻസ്ഡ്യൂസേഴ്സിൽ മെഷർമെന്റ് ചെയ്യുന്നത്. അതിന്റെ കേസിൽ വരുന്ന ഹോൾ വോൾട്ടേജിന്റെ ഫോർമുല കൂടെ നമ്മൾ പഠിച്ചു വെക്കണം. ഡയറക്റ്റ് ഹോൾ വോൾട്ടേജ് ചോദിച്ച് കണ്ടു, അപ്പൊ നമുക്ക് ഇക്വേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഹോൾ വോൾട്ടേജിന്റെ ഇക്വേഷൻ പഠിച്ചു വെക്കുക. VH ഇസ് ഈക്വൽ ടു ഹോൾഡ് വോൾട്ടേജിന്റെ നൊട്ടേഷൻ ആണ് കേട്ടോ. VH is equal to B into I divided by N into Q into T, where B is the magnetic field ആണ്, I is the current, N is the carrier density, Q is the charge and T is the thickness. Hall effect transducersന്റെ കൺസ്ട്രക്ഷൻ പറയുകയാണെങ്കിൽ ഇറ്റ് യൂസസ് തിൻ സെമി കണ്ടക്ടർ. എക്സാമ്പിളും കൂടെ നോക്കി വെക്കുക. ഇൻഡിയം ആന്റിമോണൈഡ് ആണ് യൂസ് ചെയ്യുന്നത്. കറണ്ട് ലെങ്ത് വൈസ് ആണ് ഫ്ലോ ചെയ്യുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആണ്, കറണ്ടിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരുന്നത്. അങ്ങനെയാണ് ഒരു ട്രാൻസ്വേഴ്സ് വോൾട്ടേജ് അല്ലെങ്കിൽ ഹോൾ വോൾട്ടേജ് ഉണ്ടാവുന്നതും. അത് നമ്മൾ അക്രോസ് ദ വിഡ്ത്ത് ആണ് മെഷർ ചെയ്യുന്നത്. മെയിൻ ആപ്ലിക്കേഷൻസ് വരുന്നത് പ്രോക്സിമിറ്റി സെൻസിങ്, സ്പീഡ് മെഷർമെന്റ്സ് അഥവാ ടാക്കോമീറ്റേഴ്സിന്റെ കേസിൽ ഹോൾ എഫക്ട് ട്രാൻസ്ഡ്യൂസർ ആണെന്ന് ഓർത്ത് വയ്ക്കുക. BLDC മോട്ടോഴ്സിന്റെ കേസിൽ കറന്റ് സെൻസിങ് ഇൻ പവർ സിസ്റ്റംസിലും നമ്മൾ ഹോൾ എഫക്ട് ട്രാൻസ്ഡ്യൂസേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. മെയിൻ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ കോണ്ടാക്ട് സെൻസിങ് ആണ്. കോണ്ടാക്ട് ഇല്ല, അത് ആലോചിക്കണം. കോണ്ടാക്ട് ഇല്ലാതെയാണ് നമ്മൾ സെൻസിങ് ചെയ്യുന്നത് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഹൈലി റിലയബിൾ ആണ്, ഹൈ സ്പീഡിൽ വർക്ക് ചെയ്യും തുടങ്ങിയതൊക്കെയാണ് ഹോൾ എഫക്ട് ട്രാൻസ്ഡ്യൂസേഴ്സിന്റെ കേസിൽ വരുന്ന മെയിൻ അഡ്വാൻറ്റേജസ്. നമുക്ക് ഡിസ്കസ് ചെയ്ത ടോപ്പിക്കിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ പാസീവ് ട്രാൻസ്ഡ്യൂസർ?
പാസീവ് ട്രാൻസ്ഡ്യൂസർ ഉണ്ട്, ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ ഉണ്ടെന്ന് നമ്മൾ ക്ലാസിഫിക്കേഷൻ പഠിച്ചപ്പോൾ പഠിച്ചിരുന്നു. അതില് ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസറിന്റെ കേസിൽ നമ്മൾ എക്സ്റ്റേണൽ പവർ സപ്ലൈ ആവശ്യമായി വരുന്നില്ല. എന്നാൽ പാസീവ് ട്രാൻസ്ഡ്യൂസറിന്റെ കേസിൽ നമ്മൾ എക്സ്റ്റേണൽ പവർ സപ്ലൈ പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. എക്സ്റ്റേണൽ പവർ സപ്ലൈ ഇസ് മാൻഡേറ്ററി. ഓക്കെ, അപ്പോ ഇവിടുത്തെ കേസിൽ നോക്കുകയാണെങ്കിൽ തെർമോകപ്പിള്, PV സെല്ല്, അതുപോലെ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റല്, ഇത് മൂന്നും ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ ഏതാ വരിക? പാസീവ് ട്രാൻസ്ഡ്യൂസർ ഏതാണ്? ലീനിയർ പൊട്ടൻഷ്യോമീറ്റർ, ഓപ്ഷൻ എ. നമ്മുടെ പൊട്ടൻഷ്യോമീറ്റർ ആലോചിച്ച് തന്നെ അറിയാം, നമ്മൾ എക്സ്റ്റേണലി പവർ സപ്ലൈ ചെയ്തിട്ടാണ് നമുക്ക് റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ പറ്റുന്നത്, അല്ലെ? അപ്പോ ഇവിടുത്തെ ഓപ്ഷൻ എന്താണ് വരിക? പാസീവ് ട്രാൻസ്ഡ്യൂസർ ആയിട്ട് വരുന്നത് ലീനിയർ പൊട്ടൻഷ്യോമീറ്റർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ LVDT സെക്കൻഡറി വൈൻഡിങ്സ് ആർ കണക്റ്റഡ് ഇൻ. നമ്മൾ പറഞ്ഞു LVDTയുടെ കേസിൽ ഒരു പ്രൈമറി വൈൻഡിങ്ങും ഉണ്ട്, രണ്ട് സെക്കൻഡറി വൈൻഡിങ്ങും ഉണ്ട്. ഈ രണ്ട് സെക്കൻഡറി വൈൻഡിങ്ങും സീരീസ് ഓപ്പോസിഷനിലായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അത് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ സീരീസ് ഓപ്പോസിഷനിൽ കണക്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് V ഔട്ട്പുട്ട് എന്ന് പറയുന്നത് VS1 മൈനസ് VS2 എന്നുള്ള ഫോർമാറ്റിൽ എടുക്കുമ്പോൾ സെന്ററിൽ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? VS1 becomes equal to VS2 implies Vout become 0. മനസ്സിലായല്ലേ? അപ്പോ ഇവിടുത്തെ ഓപ്ഷൻ എന്താണ് വരിക? സീരീസ് ഓപ്പോസിഷനിലാണ് സെക്കൻഡറി വൈൻഡിങ്സ് കണക്ട് ചെയ്തിട്ടുള്ളത്. Next question, an LVDT transducer is used to measure displacement in a robotic arm. If the primary winding voltage decreases by 10%, how does it affect sensitivity of the output voltage in the presence of external electromagnetic interference? സെൻസിറ്റിവിറ്റിക്ക് എന്ത് സംഭവിക്കുന്നതാണ് ചോദിക്കുന്നത്. നമുക്കറിയാം LVDT മെഷർ ചെയ്യുന്നത് ലീനിയർ മെഷർമെന്റ്സ് ആണ്. ഓക്കെ, ലീനിയർ മെഷർമെന്റ്സ് ആണ് ചെയ്യുന്നത്. അപ്പോ എക്സ്റ്റേണൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇന്റർഫറൻസ് ഉണ്ടാകുമ്പോൾ ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിലും നമുക്ക് കിട്ടുന്ന റീഡിംഗ് എന്ന് പറയുന്നത് ലീനിയർ തന്നെ ആയിരിക്കും. ഇനി സെൻസിറ്റിവിറ്റിയുടെ കേസിൽ പറയുകയാണെങ്കിൽ നമ്മുടെ വോൾട്ടേജ് 10% ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. വോൾട്ടേജ് ഡിക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് സെൻസിറ്റിവിറ്റിയും ഡിക്രീസ് ചെയ്യും. ഓക്കെ, വോൾട്ട് പെർ mm എന്നുള്ള യൂണിറ്റ് ആണ് നമ്മുടെ സെൻസിറ്റിവിറ്റിയുടെ വരുന്നത്. അപ്പോൾ ഇവിടെ വോൾട്ടേജുമായിട്ട് ഡയറക്റ്റ് റിലേഷൻ ആണ്. അപ്പോൾ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് തന്നെ വോൾട്ടേജിൽ 10% ഡിക്രീസ് വരുന്നതിനനുസരിച്ച് അതിന്റെ സെൻസിറ്റിവിറ്റിയിലും ഡിക്രീസ് വരും. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ എന്ത് വരും? സെൻസിറ്റിവിറ്റി ഡിക്രീസ് ചെയ്യും, പക്ഷെ ഔട്ട്പുട്ട് റിമെയിൻസ് ലീനിയർ, ഓപ്ഷൻ ബി. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് a Hall effect sensor is calibrated for magnetic field of 0.5 Tesla. ഇപ്പൊ B is equal to തന്നിട്ടുണ്ട് 0.5 Tesla ആണ്. Producing an output voltage of, voltage തന്നിട്ടുണ്ട് 25 millivolt ആണ്. With a supply current of I, B1, V1, I1 നമുക്ക് കൊടുക്കാം, which is equal to 2 ampere. If the magnetic field increased to 0.8, which means B2 is 0.8 Tesla, and the current I2 decreases to 1.5 ampere, new output voltage V2 എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഹോൾ വോൾട്ടേജിന്റെ കേസിൽ VH is equal to B into I divided by NQT, which means VH is proportional to BI. അല്ലെ? അങ്ങനെയാണെങ്കിൽ B2 I2 divided by B1 I1 ചെയ്തതായിരിക്കില്ലേ V2 divided by V1 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ VH2 divided by VH1 എന്ന് പറയുന്നത്, അല്ലെ? ഇതിൽ നമുക്ക് V2 ആണ് കാണേണ്ടത്. V2 will be equal to എന്തായിരിക്കും? B2 I2 നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കൈയോടെ 0.8 into 1.5 divided by B1ന്റെ വാല്യൂ എന്താണ്? 0.5 into 2 into എന്ത് വരും? V1 വരും. V1 എത്രയാ? 25.
ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുക 30 മില്ലി വോൾട്ട് ആണ്. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ എന്ത് വരും? ഓപ്ഷൻ എ 30 മില്ലി വോൾട്ട്. ഓക്കെ, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. ഹോൾ എഫക്റ്റ് വെച്ചിട്ടാണെന്ന് പറയുമ്പോൾ തന്നെ ഹോൾ വോൾട്ടേജ് വെച്ചിട്ടാണ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ വോൾട്ടേജും നമുക്ക് തന്നിട്ടുള്ള പാരാമീറ്റേഴ്സും തമ്മിലുള്ള റിലേഷൻ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, LVDT is an electrical transformer with dash type of core. എന്ത് ടൈപ്പ് ഓഫ് കോർ ആണ്? ഇൻഡക്ഷൻ വഴിയാണ് നടക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്ത് ടൈപ്പ് ഓഫ് കോർ ആണ്? നോൺ കോണ്ടാക്ടിങ് ആണ്. നമുക്ക് ഡയറക്റ്റ് കോണ്ടാക്ട് ഒന്നും തന്നെ വരുന്നില്ല. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ എന്താണ് വരിക? ഓപ്ഷൻ എ നോൺ കോണ്ടാക്ടിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, if an LVDT has an output voltage range of plus or minus 10 volt for a displacement range of plus or minus 10 mm. അങ്ങനെയാണെങ്കിൽ സെൻസിറ്റിവിറ്റി ഓഫ് LVDT ഇൻ വോൾട്ട് പെർ mm. സെൻസിറ്റിവിറ്റിയുടെ ഇക്വേഷൻ അറിയില്ലെങ്കിൽ പോലും നമുക്ക് ഈ യൂണിറ്റ് നോക്കി കഴിഞ്ഞാൽ അറിയാം അതിന് എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതെന്ന്. എന്താണ്? വോൾട്ടേജ് ഡിവൈഡഡ് ബൈ മില്ലിമീറ്ററിലുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ലേ? ഇവിടെ വോൾട്ടേജ് റേഞ്ച് എന്താ പറഞ്ഞിട്ടുള്ളത്? 10. ഡിസ്പ്ലേസ്മെന്റ് റേഞ്ച് എന്താ പറഞ്ഞിട്ടുള്ളത്? 10 തന്നെ. അപ്പോൾ എന്താണ്? വിച്ച് മീൻസ് 1 വോൾട്ട് പെർ mm ആയിരിക്കും സെൻസിറ്റിവിറ്റി. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ എന്ത് വരും? ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a Hall effect transducer is used to measure the strength of a magnetic field. The transducer has Hall coefficient of 5 into 10 raised to minus 5 meter cube per coulomb ആണ്. തിക്നെസ് തന്നിട്ടുണ്ട് 0.2 mm ആണ്. മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് നമുക്ക് തന്നിട്ടുണ്ട് 0.5 ടെസ്ല ആണ്. കറണ്ട് ത്രൂ ട്രാൻസ്ഡ്യൂസറും നമുക്ക് തന്നിട്ടുണ്ട് 15 മില്ലി ആംപിയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഹോൾ വോൾട്ടേജ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഹോൾ വോൾട്ടേജ് വിൽ ബി ഈക്വൽ ടു, ഇൻ ടേംസ് ഓഫ് ഹോൾ കോഎഫിഷ്യന്റ് നോക്കുകയാണെങ്കിൽ RH ഇൻറ്റു BI ഡിവൈഡഡ് ബൈ T ആണ്. ഓക്കെ, ഇവിടെ RH വാല്യൂ നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. എന്താണ്? 5 ഇൻറ്റു 10 റേസ് ടു മൈനസ് 5 ആണ്. ബിയുടെ വാല്യൂ തന്നിട്ടുണ്ട് 0.5 ടെസ്ല ആണ്. തിക്നെസ് തന്നിട്ടുണ്ട് T is equal to 0.2 into 10 raised to minus 3. ഐയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 15 into 10 raised to minus 3. ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ഹോൾ വോൾട്ടേജിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുക VH is equal to 1.875 മില്ലി വോൾട്ട് ആണ്. സോൾവ് ചെയ്ത് നോക്കുക കേട്ടോ. ഓപ്ഷൻ എ 1.875 millivolt. Next question, a Hall effect transducer is used to measure magnetic field if Hall voltage generated is 2.5 millivolt ആണ്. മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 0.5 ടെസ്ല ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കറണ്ട് ഫ്ലോയിങ് എന്ന് പറയുന്നത് 10 മില്ലി ആംപിയർ ആണെങ്കിൽ സെൻസിറ്റിവിറ്റി ഓഫ് ഹോൾ ഇഫക്റ്റ് ട്രാൻസ്ഡ്യൂസർ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സെൻസിറ്റിവിറ്റിയുടെ വേറൊരു ഇക്വേഷൻ ആണ് in terms of whole voltage VH divided by B, which means ഇവിടെ VH ന്റെ വാല്യൂ എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 2.5 into 10 raised to minus 3 divided by 0.5, which means 0.5 millivolt per Tesla. ഇവിടുത്തെ ഓപ്ഷൻ എന്ത് വരും? ഓപ്ഷൻ ബി 0.5 millivolt per Tesla. Next question, a rotary potentiometer is used as an angular displacement transducer. If the total resistance of the potentiometer is 20 kilo ohm and the angular displacement is 90 degree, what is the resistance change for this displacement assuming linear relationship? ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് 20 k ohm തന്നിട്ടുള്ളത്. ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് വരുന്നതാണ് 90 ഡിഗ്രി തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് റെസിസ്റ്റൻസ് ചേഞ്ച് ആണ് ചോദിച്ചിട്ടുള്ളത്. റെസിസ്റ്റൻസ് ചേഞ്ച് കാണാനായിട്ട് ചെയ്യേണ്ടത് ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ആംഗിൾ ഇൻറ്റു ടോട്ടൽ റെസിസ്റ്റൻസ്. ഇവിടുത്തെ കേസിൽ
എന്ത് വരും? 90 ഡിഗ്രി ഡിസ്പ്ലേസ്മെന്റ് ആണ് വരുന്നത്. റോട്ടറി പൊട്ടൻഷ്യോമീറ്റർ ആണ്, അപ്പൊ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ് വരുന്നുണ്ടാവുക. ടോട്ടൽ ആംഗിൾ വി അസ്യൂം ഇറ്റ് ആസ് 360 ഡിഗ്രി ആൻഡ് ടോട്ടൽ റെസിസ്റ്റൻസ് നമുക്ക് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് 20 കിലോ ഓം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും? 5 കിലോ ഓം. അപ്പൊ ഓപ്ഷൻ എന്താണ് വരിക? ഓപ്ഷൻ എ 5 കിലോ ഓം. Now the last question is, metal detector is an example of. മെറ്റൽ ഡിറ്റക്ടർ എന്ന് പറയുന്നത് നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. പർട്ടിക്കുലർ മെറ്റലിനെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ടച്ച് ചെയ്തിട്ടല്ല മെറ്റൽ ഡിറ്റക്ടർ നോക്കുന്നത് അല്ലെ. നമ്മൾ കുറച്ചൊരു ദൂരത്തിൽ വെച്ചിട്ടാണ് മെറ്റൽ ഡിറ്റക്ടർ മൂവ് ചെയ്തുകൊണ്ട് ഇവിടെ മെറ്റൽ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത് അല്ലെ. അപ്പോ മെറ്റൽ ഡിറ്റക്ടർ എന്ന് പറയുന്നത് എന്ത് തരം പ്രോക്സിമിറ്റി സെൻസർ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ടച്ച് ചെയ്യാത്ത സ്ഥിതിക്ക്, ഇൻ കോണ്ടാക്ട് വരാത്ത സ്ഥിതിക്ക് അത് ഏതായിരിക്കും? ഓപ്ഷൻ എ ഇൻഡക്റ്റീവ് ആയിരിക്കും. ഓക്കെ, ഇത് പഠിച്ചു വെക്കാം. അപ്പൊ ഇത്രയാണ് ഈ ഒരു പോർഷനിൽ നിന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മള് എക്സ്പ്ലെയിൻ ചെയ്ത തിയറിയിലോ അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്ത ഏതെങ്കിലും ക്വസ്റ്റ്യൻസിലോ ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. ഫോക്കസ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ്.